തൊട്ടതെല്ലാം പ്രശ്നമാകുന്ന കാലമാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയ്ക്ക് ഇപ്പോഴുള്ളത്. വാവിട്ട വാക്കാണ് ദിയയ്ക്ക് പലപ്പോഴും പ്രശ്നമായി മാറിയിട്ടുമുള്ളത്. തുറന്നടിച്ചുള്ള സംസാരത്തിൽ വേദനിക്കുന്നത് ദിയയുടെ സ്വന്തം കുടുംബമാണെന്ന് നെഗറ്റീവും പറയുന്നു. ഭർത്താവിന്റെ വീട്ടുകാരോട് ഇത്രത്തോളം അനാദരവ് കാണിക്കുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ കേരളത്തിൽ ഇല്ല എന്നാണ് വിമർശകരും പറയുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ എന്നതിനപ്പുറം അശ്വിന്റെ മാതാപിതാക്കൾ വ്യക്തികളാണെന്ന നിലയിൽ ബഹുമാനം അർഹിക്കുന്നുണ്ട്. എന്നാൽ പരോക്ഷമായി ഇവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ദിയയ്ക്ക് നേരെയുള്ള എന്നും നെഗറ്റീവ് വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയരുകയാണ്. ദിയന്റെയും അശ്വിന്റെയും കുടുംബജീവിതത്തിൽ ഇടപെടാത്തവരാണ് അശ്വിന്റെ മാതാപിതാക്കൾ. ദിയയ്ക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉൾപ്പെടെ എടുത്തു വെക്കുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ടും എന്തിനാണ് അശ്വിന്റെ വീട്ടുകാരെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നും വിമർശകർ ചോദിക്കുന്നുണ്ട്. ഭർത്ത മാതാവിനെ കുറിച്ച് ദിയ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാത്തതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ദിയ കൃഷ്ണ. ഞാൻ അശ്വിന്റെ അമ്മ ആന്റി എന്ന് വിളിക്കുന്നതിൽ ആന്റിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണയുണ്ട്. അവരല്ലാതെ വഴിയിൽ നിൽക്കുന്നവരെല്ലാം എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി. അശ്വിനെയൊരിക്കലും എന്റെ അമ്മയെങ്കിലും അച്ഛനെ അങ്ങനെ വിളിക്കില്ല. ആന്റി അങ്കിൾ എന്നാണ് വിളിക്കാറ് എന്ന് ദിയ കൃഷ്ണ പറയുന്നു. വഴിയിൽ നിൽക്കുന്നവരെയെല്ലാം തന്നെ എന്ന പരാമർശമാണ് വിമർശകർക്ക് കാരണമായി മാറിയത്. ഭർത്താവിന്റെ വീട്ടുകാർ വഴിപോക്കരാണോ? കുറച്ചെങ്കിലും മാന്യത കാണിക്കണം എന്നെല്ലാം അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ചില നെഗറ്റീവ് കമന്റുകൾക്ക് ദിയ മറുപടി നൽകി. ഭർത്താവിനോട് ഇഷ്ടം കാണിക്കുന്നത് അവന്റെ വീട്ടുകാരെ തലയിൽ വെച്ചല്ല, എന്റെ ഭർത്താവ് ചെയ്തോളും. ഞാൻ എന്റെ സ്വന്തം വീട്ടുകാരെ തലയിൽ വെച്ചോളാം എന്നാണ് ദിയ ഒരു കമന്റിൽ നൽകിയ മറുപടിയും. ഭർത്താവിന്റെയും അച്ഛനെയും അമ്മയ്ക്കും ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയ വ്ലോഗിലാണ് ദിയ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അശ്വിന്റെ അച്ഛനെ ദിയ കാറിൽ പിൻസീറ്റിലിരുത്തി. ഇതിലും വിമർശനം ഒരുപാട് കേൾക്കുന്നുണ്ട്. ദിയയുടെ വ്ലോഗിന്റെ ഉദ്ദേശം പാളിയെന്നും അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അശ്വിന്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് അകൽച്ചയിലെന്ന് കാണിക്കാൻ പറ്റുന്നതായിരുന്നു ഈ വ്ലോഗ്. എന്നാൽ ദിയയുടെ വാക്കുകളും കമന്റുകളും കാരണം അത് നടന്നില്ല. വിമർശനം ഇരട്ടിയാക്കുന്ന സാഹചര്യമാണിപ്പോൾ. വ്ലോഗിൽ വരുന്ന കമന്റുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമായി മാറിയത്. വഴിയെ പോകുന്നവർ എന്ന ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ് ശരിയല്ലെന്നും ദിയ ഇനിയെങ്കിലും നന്നായി തന്നെ സംസാരിക്കാൻ പഠിക്കണമെന്നും വിമർശനം വരുന്നുണ്ട്. ഇത്രയും അപമാനങ്ങൾ അശ്വിൻ ഗണേഷിന് എങ്ങനെ സഹിക്കാൻ പറ്റുമോ എന്ന ചോദ്യങ്ങളും ഇതിനോടകം തന്നെ തുറന്നു പറയുന്നുണ്ട്. ദിയ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അശ്വിന്റെ കാറിലിരുന്നു കൊണ്ട് ദിയ മുൻസീറ്റിലിരുന്നും അച്ഛനെ പിൻസീറ്റിലിരുത്തും അശ്വിൻ കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ ഗോളില്ലാത്ത ആളാണ് അശ്വിൻ ഗണേഷ് എന്ന രൂപത്തിലും ഒരുപാട് വിമർശനം വരികയാണ്. നിങ്ങൾക്ക് ദിയയും അശ്വിനും ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.